എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിനുള്ളിലെ UDF-നുള്ളിലെ തർക്കത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. രാജേന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇന്ന് UDF നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരാളിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ ഈ സ്ഥാനം മോഹിച്ചു നിൽക്കുന്ന മറ്റുള്ളവരിലേക്ക് BJP എത്തുവാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലായിടത്തും കണ്ടതാണ്. എത്ര കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് പിന്നീട് BJP-യിൽ ചേർന്നത്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം അസമിലെ വീണ്ടും മുഖ്യമന്ത്രിയാൻ പോകുന്നു. അദ്ദേഹം അസമിലെ പ്രമുഖനായൊരു കോൺഗ്രസ് നേതാവായിരുന്നു. അവിടെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നേരെ കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ സമാനമായ ഒരു പൊട്ടിത്തെറിയാണ് കേരളത്തിലെയും ദേശീയ തലത്തിലെയും BJP നേതൃത്വം ഉറ്റുനോക്കുന്നത്. ഇക്കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം. ഇത്തരത്തിലുള്ളൊരു സാധ്യത തങ്ങളുടെ മുന്നിലുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും തന്നെ കൃത്യമായ വിലപേശൽ നടത്തുന്നത്. ഇപ്പോൾ VD സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരിക്കലും തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പൊന്നും തന്നെ പരസ്യമായി ഇന്ന വ്യക്തിയായിരിക്കണം മുഖ്യമന്ത്രി, ഇന്ന വ്യക്തിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഒരു ചരിത്രം ആദ്യകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നേരെ തിരിച്ചാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നോക്കുക, നമ്മൾ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഈ സാദിഖ് അലി തങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പിന്തുണ, അതായത് മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യൻ VD സതീശനാണ് എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അതൊരിക്കലും തന്നെ യാദൃശ്ചികമായി അദ്ദേഹം പറഞ്ഞതല്ല. അത് വളരെ കൂടിയാലോചിച്ച് ഞങ്ങളുടെ പിന്തുണ VD സതീശനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഈ കേരളത്തിൻ്റെ UDF-ൻ്റെ ചരിത്രത്തിലില്ല. നമ്മൾ ആദ്യകാലത്തൊക്കെ നേരെ തിരിച്ചായിരുന്നു. ആദ്യകാലത്തെല്ലാം തന്നെ ഈ പണ്ട് ഇതിനുശേഷം നമ്മുടെ വിമോചന സമരത്തിന് ശേഷം EMS സർക്കാരിൻ്റെ കാലത്ത് നടന്ന വിമോചന സമരം, ആ വിമോചന സമരത്തിൽ ഈ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും പങ്കാളികളായിരുന്നു. മുസ്ലിം ലീഗും അതിലെ പങ്കാളികളായിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഈ വിശാല സഖ്യം അന്ന് വിജയിച്ചു. EMS സർക്കാരിനെ താഴെയിറക്കി പട്ടംതാണു പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു സഖ്യ സർക്കാർ രൂപീകരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷത്തെ അധികാരത്തിലേറ്റുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗായിരുന്നു. പക്ഷേ അവർക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ല. അവർക്ക് മന്ത്രിസ്ഥാനം നൽകരുതെന്ന് ജവഹർലാൽ നെഹ്റു ശക്തമായ നിലപാട് കൈക്കൊണ്ടു. അവർക്കന്ന് സ്പീക്കർ സ്ഥാനം നൽകി. അങ്ങനെ സീതി സാഹിബ് സ്പീക്കറായി. പിന്നീട് സീതി സാഹിബ് അന്തരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനം അവർക്ക് അവകാശപ്പെട്ടതാണ്. അതിനന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്തെന്നാൽ, ആരാണ് നിങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അംഗത്വം രാജിവെക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ അംഗത്വം രാജിവെച്ചാണ് CH മുഹമ്മദ് കോയ അന്ന് സ്പീക്കറായത്. ഈ തൊപ്പി യൂരിയ ലീഗ് എന്നായിരുന്നു അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയോഗം. അങ്ങനെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗാണ് ഇന്നിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അത് ആജ്ഞാപിക്കുകയാണ്. അത് അവരൊരു ആജ്ഞ നൽകുകയാണ്. അതായത് ഞങ്ങളാണ് ഈ വിജയത്തിൻ്റെ പ്രധാന ശില്പി, മുസ്ലിം ലീഗാണ്, അതുകൊണ്ട് തന്നെ ആരായിരിക്കണം ഈ വരുന്ന മുഖ്യമന്ത്രി എന്ന് അത് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ സാദിഖ് അലി തങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതെല്ലാം ഈ കേരളത്തിൻ്റെ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ലീഗിനെ സംബന്ധിച്ച് ഈ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ അവരുടെ പഴയ ഒരു ആജ്ഞാശക്തിക്ക് ഒരു ചെറിയൊരു പോർലേറ്റിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിന് സ്വന്തമായി 63 MLA-മാരുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും മറ്റ് സഖ്യകക്ഷികൾ അതുപോലെ സ്വതന്ത്രരായി ഇവരുടെ പിന്തുണയോടുകൂടി ലഭിച്ച ആൾക്കാർ അവരെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷമായി. മുസ്ലിം ലീഗ് ഇല്ലാതെ തന്നെ കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇന്ന് കോൺഗ്രസിനുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള അവരുടെ ഒരു ആജ്ഞാശക്തിക്ക് ഒരു പോറലേറ്റിട്ടുണ്ട്. എങ്കിൽ പോലും ലീഗിന് ഒരു കാരണവശാലും തന്നെ അവഗണിക്കാൻ സാധിക്കില്ല. ലീഗിൻ്റെ പിന്തുണ തനിക്കുണ്ട് എന്നതാണ് VD സതീശൻ്റെ ഏറ്റവും വലിയ കരുത്ത്. പക്ഷേ KC വേണുഗോപാലിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട്. അവിടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ ഭാരവാഹികളെയൊക്കെ തീരുമാനിക്കുന്നത് ഈ KC വേണുഗോപാലിൻ്റെ ഉപദേശപ്രകാരം രാഹുൽ ഗാന്ധിയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഒന്നാമൻ, രണ്ടാമൻ KC വേണുഗോപാലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായുള്ള AICC ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാനങ്ങളുടെ ചുമതലകൾ ആർക്കല്ല, ഇതെല്ലാം തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. MP-മാരുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്. MLA-മാരുടെ 52 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ KPCC ഭാരവാഹികൾ. അപ്പോൾ KC വേണുഗോപാലിന് വലിയ പിന്തുണയുണ്ട്.
രമേശ് ചെന്നിത്തലയെ ഒരിക്കലും തന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല. ചെന്നിത്തലയൊക്കെ തന്നെ ഇന്നലെ പരസ്യമായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ അഭിലാഷം വ്യക്തമാക്കി. അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ ചെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടു, നേതാക്കന്മാരെല്ലാം കണ്ടു. അത് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡൽഹി യാത്രയുടെ ഉദ്ദേശം മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. അപ്പോൾ അതിനെ ചെന്നിത്തലയെയും അങ്ങനെ അവഗണിച്ച് തള്ളാൻ സാധിക്കില്ല. പിന്നെ സതീശൻ്റെ കാര്യം പറയണ്ട. സതീശനാണ് ഒരു വിജയശില്പി എന്ന രീതിയിൽ ഈ കോൺഗ്രസിലെ പ്രവർത്തകരും നല്ലൊരു വിഭാഗം നേതാക്കളും എല്ലാം കരുതുന്നത്. പക്ഷേ അതിലും വലിയ കരുത്താണ് KC വേണുഗോപാലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെയും പിണക്കാതെ, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ പിണക്കാതെ എന്ത് നിലപാട് കൈക്കൊള്ളും, എങ്ങനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവർക്കിടയിൽ ഒരു വ്യക്തമായ പാക്കേജ് ഉണ്ടാക്കണം. ഒരു കാര്യം വ്യക്തമാണ്, VD സതീശൻ ഒരിക്കലും തന്നെ മുഖ്യമന്ത്രി സ്ഥാനമില്ലാതെ ഈ മന്ത്രിസഭയിൽ എത്താൻ തയ്യാറാവില്ല. അദ്ദേഹം ആ നിലപാട് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ എന്നെ മുഖ്യമന്ത്രിയാക്കണം. അതിന് പറയുന്ന കാരണം ഞാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഈ UDF-നെ നയിച്ചത്, ഞാനാണ് ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായി 5 വർഷം പോരാട്ടം നടത്തിയത് ഞാനാണ്, പ്രതിപക്ഷ നേതാവ് ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മാറി നിൽക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ചെന്നിത്തലയും സമാനമായ നിലപാട് കൈക്കൊണ്ടു എന്നാണ് അറിയുന്നത്. ഇവരെല്ലാം എത്ര കണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും എന്നാണ് അറിയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കമാൻഡിനെ പഴയ രീതിയിലുള്ള, ഇപ്പോൾ കെ കരുണാകരനും IK ആൻ്റണിയും തമ്മിലുണ്ടായ തർക്കം, അതുപോലെ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും തമ്മിലുള്ള തർക്കം, ഇതെല്ലാം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇടപെട്ടതുപോലെ ഇടപെടാനുള്ളൊരു ശേഷി ഇന്നത്തെ ഹൈക്കമാൻഡിൽ. അതിൻ്റെ കാരണം കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രധാനമായും ഇന്ന് കേരളത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവർ കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു സുരക്ഷിത മണ്ഡലം വേണമെങ്കിൽ നമ്മളൊക്കെ കണ്ടതാണ്, അദ്ദേഹത്തിന് വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ലോക്സഭാംഗമാവണം, കേരളത്തിൽ വരണം. അപ്പോൾ കേരളത്തെയാണ് ഈ പാർട്ടികളെല്ലാം തന്നെ പ്രധാനമായും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇവർക്ക് ഇതിനകത്ത് ഈ പഴയതുപോലെ പണ്ട് സോണിയാഗാന്ധിയും പിന്നെ PV നരസിംഹറാവു തുടങ്ങിയ ഇന്ദിരാഗാന്ധി അവരൊന്നും ഇടപെട്ടതുപോലെ ശക്തമായി ഇടപെടാനുള്ള ശേഷി ഇന്ന് അവർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ ഒരു ഹൈക്കമാൻഡിൻ്റെ ചുമതലയുള്ള, ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു നേതാവ് ദീപാദാസ് മുൻഷി, അവരെ ഒരിക്കലും തന്നെ ഈ MLA-മാരുടെ നിലപാട് ആരായുമ്പോൾ ആ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെടുന്ന ഒരു വല്ലാത്തൊരവസ്ഥ, അതിനു മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം, അതെല്ലാം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഇതാണെങ്കിൽ ഇനി മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഇത് കൂടുതൽ സങ്കീർണമാവും. കാരണം മന്ത്രിമാരാവണമെന്ന് പറഞ്ഞ് ഏതാണ്ട് ഈ കോൺഗ്രസിൻ്റെ 63 MLA-മാരല്ലേ, ഏതാണ്ട് ഒരു 10-30ഓളം പേര് വളരെ സജീവമായ രീതിയിൽ രംഗത്തുണ്ട്. അവർക്കിടയിൽ ഗ്രൂപ്പുകൾ, നേതാക്കന്മാരുമായി കൂട്ടിനിൽക്കുന്ന MLA-മാർ, സാമുദായിക പരിഗണന, ജില്ലാ പരിഗണന, ഇതെല്ലാം നോക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്.